അമ്മയുണ്ട്, മോനുണ്ട്, കുറെ ചക്കയുണ്ട്. എന്താണെന്ന് പരിപാടി? ഞങ്ങൾ കുറച്ച് ചക്കയിലും ഉണ്ടാക്കാം. ഇന്ന് ഞങ്ങൾ കുറച്ച് ചക്കയിലുവ ഉണ്ടാക്കാൻ പോവുകയാണ്. അതെ, അത് ശരി. ഞങ്ങൾക്ക് കുറച്ച് ചക്ക കിട്ടി. ചക്ക കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക കിട്ടാനില്ല. അതെ, അതുകൊണ്ട് ഞങ്ങൾ കിട്ടിയ സമയത്ത് ഒരു ഇച്ചിരി ചുള എടുത്ത് ഫ്രീസറിൽ കയറ്റി തണുപ്പിച്ച് വെച്ചിരുന്നു. അതാകുമ്പോൾ ഇങ്ങനെ വീണ്ടും ഉപയോഗിക്കാൻ. അപ്പൊ ഇന്നത്തെ കലാപരിപാടി ചക്ക അലുവ അല്ലേ? ചക്ക അലുവ. ചക്കയിലും ഷെഫ് ലിൻ സന്തോഷിന്റെ പാചകക്കുറിപ്പ്. പാചകക്കുറിപ്പുകൾ അധ്യായം 243. ഒരു പിച്ചാത്തി എടുത്തു നീയും കൂടെ അരിയടാ. അയ്യോ, എനിക്കിത് അരിയാൻ അത്ര അറിയത്തില്ല. ഇന്നത്തെ കുക്കിംഗ് മോനും കൂടെ. കയ്യെ വെച്ച് അരിയാൻ അറിയത്തില്ല. എനിക്ക് ബോർഡ് ഉണ്ടെങ്കിൽ അതേ വെച്ച് അരിഞ്ഞാൽ. നിനക്ക് ചക്കയിലുവ ഉണ്ടാക്കാൻ അറിയാവോ? ആർക്കും? എനിക്കോ? ഇത്രയും കാലം പിന്നെ ഇവിടെ ചക്കയിലും ആരാ ഉണ്ടാക്കിയേ? ഞാൻ തിന്നിട്ടില്ലല്ലോ ഇതുവരെ. നീ ഉണ്ടാക്കിയ ചക്കയിലുവ അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇവരുണ്ടാക്കുന്നവരായിരുന്നെങ്കിൽ ഇവരുണ്ടാക്കി നിനക്ക് തരത്തില്ലയോ? അമ്മ ഉണ്ടാക്കിയത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ചമ്മി പോയി. നീ ആരുടെ ടീമാടി? ഞാൻ അമ്മയുടെ ടീം. വയറ് വരാൻ പറയണമെങ്കിൽ അമ്മയുടെ ടീം ആയാലേ പറ്റൂ. നിന്റെ ടീം ആയാലേ വയറ് നിറയത്തില്ല. അവള് ബുദ്ധിയുള്ളത്. വലിയ വമ്പൻ സഹായങ്ങളൊക്കെ ഇവിടെ ചെയ്തു തരുന്നത്. അതെ, ഞാൻ ഈ കവറിൽ നിന്ന് പറക്കി അടർത്തിയെടുത്ത്. ഇത് പക്ഷെ എളുപ്പമാ. ഇങ്ങനെ ഐസായി എളുപ്പം നമുക്ക് അരിയാൻ പറ്റും കേട്ടോ. അതെ, എളുപ്പം. അത് തന്നെയല്ല, ചക്ക കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ എടുത്ത് ഫ്രീസറിൻ്റെ അകത്ത് നല്ല ഐസായിരിക്കുന്നുണ്ടോ? നല്ല ചക്ക അതുപോലെ ഇരുന്നോളൂ. എത്ര വേണമെങ്കിലും എത്ര നാൾ വേണമെങ്കിലും ഇതിങ്ങനെ വെക്കാം. തണുപ്പ് ഓഫ് ചെയ്തിടരുത്. ഇതുപോലെ അത്യാവശ്യമാണെങ്കിൽ കറക്റ്റ് ഐസാക്കി അവിടെ വെച്ചേക്കണം. ഏത് സമയത്തും നമുക്ക് എടുക്കാം. അത് കേടാകത്തില്ല. അപ്പൊ കുറെ നാൾ ഇരിക്കും അല്ലേ? കുറെ നാൾ ചക്ക ഇല്ലാത്ത സീസണിൽ നമുക്ക് ചക്കയിലുവ ഉണ്ടാക്കാം. ചക്കയിലുവ ഉണ്ടാക്കാം. അതുപോലെ ചക്കപ്പുട്ടുണ്ടാക്കാനോ, അത് കഴിഞ്ഞ് വയണയില. അതിനെന്ത് പറയുന്നത്? അത് വയണയില ചക്കയപ്പം. അതെ. അപ്പൊ എന്താ വേണേലും ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ എന്ത് അടർത്തി വെക്കണം അല്ലേ? പഴുത്ത ചക്ക അടർത്തി കവറിൽ കെട്ടി ഫ്രീസറിൽ കയറ്റി ഫ്രിഡ്ജ് ഓഫ് ചെയ്യാതെ വെക്കണം. ചക്കയിലുവ ഉണ്ടാക്കാൻ കല്ലുമണിയൊക്കെ ഉണ്ടോ? ശർക്കര തല്ലി പൊട്ടിക്കുക. ശർക്കര നമ്മൾ തല്ലി പൊട്ടിക്കുകയാണ്. ശർക്കര എല്ലാം അലിഞ്ഞു വരത്തില്ല പെട്ടെന്ന്. ഇതുപോലെ ഒന്നും പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു വരും. പൊട്ടിച്ച ശർക്കര പാനിയാക്കുവാണോ? പാനിയാക്കുമല്ല, നമ്മൾ ശർക്കര അലിയിക്കുക. അതന്നെയല്ലേ പാനിയാക്കുന്നത്? അത് രണ്ടും രണ്ടാ. അലിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്റെ മക്കളെ ഇത് ചൂടാക്കി ഇതങ്ങ് അലിയിച്ചിട്ട് അരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് അരിക്കെല്ലാം പോകുള്ളൂ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സിമ്പിൾ കാര്യം. പാനിയാക്കുന്നത് പറയുന്നത് ഒരു നൂൽപ്പരുവം. അത് പാനിയാക്കുന്ന അരിയുണ്ട പിടിക്കാനും ഒക്കെ അതിനൊക്കെയാ ഉപയോഗിക്കുന്നത്. ചക്കര മൂപ്പിക്കും. ഇത് ജസ്റ്റ് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുത്താൽ മതി. അരിച്ചെടുത്താൽ മാത്രം മതി. ഇനി ചക്കയുടെ പരിപാടി തുടങ്ങി. നീ എന്തോ അമ്മേ ഈ ചക്ക അരിഞ്ഞത് ഞാൻ ഈ കുക്കറിനകത്ത് ഇട്ട് ഒരു വിസിൽ വരുത്താൻ പോവാം. അല്ലെങ്കിൽ നമ്മൾ അടപ്പയിൽ ഇട്ടെടുക്കുവാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും അത് വേവിച്ച് കെടുക്കണം. ഇതാവുമ്പോ പെട്ടെന്നാവും. കാരണം ഒരിച്ചിരി പകുതിയോളം വെന്താ ആ കുക്കറിൽ നിന്ന് വരുന്നത്. ഒരു വിസിൽ കഴിയുമ്പോഴത്തെ പകുതി വെന്താ വരുന്നത്. എളുപ്പം. ഇതിൻ്റെ അകത്ത് ഞാൻ ആ ശർക്കര കുറച്ച് അരിച്ചിങ്ങോട്ട് ഒഴിക്കും. അത് ഒഴിച്ചാണ് അടപ്പയിൽ വെച്ച് ഒരു വിസിൽ വരുത്തുന്നത്. അതിന് ചിഞ്ഞൊഴി പിടിച്ച്. ഓക്കെ, നമ്മുടെ സാധനം അരിഞ്ഞു കഴിഞ്ഞു. മതി മതി മതി. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇമ്പ്യൂരിറ്റീസ് മൊത്തം വേണമെന്ന് കണ്ടു. ഓക്കെ, അപ്പൊ അത് അവിടെ നിന്ന് സെറ്റ് ആവട്ടെ. നമ്മൾ നമ്മുടെ സ്ഥിരം കുക്കിംഗ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അതെ, ഇങ്ങനെ ഒഴിച്ചാൽ മതിയോ? എണ്ണയും പിണ്ണാക്കൊന്നും ഒഴിക്കണ്ടേ? ഇത് ഇങ്ങനെ അതിന്റെ കൂടെ നമ്മൾ നെയ്യ് ഒഴിച്ചോ ഒഴിച്ചൊഴിച്ച് കിടക്കാം. എണ്ണ പിണ്ണാക്കും അല്ല, എണ്ണ നെയ്യും. ശർക്കരയും ചക്കയും മിക്സ്. അതെ, മിശ്രിതം വേവിച്ച് വേറെ വെച്ചിട്ടുണ്ട്. അതെ, നമ്മൾ 2-3 സെറ്റായിട്ട് വേവിച്ചായിരുന്നു. ഷെഫ് ഐവിൻ, യെസ്, എന്തായി? നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതിന് കുറുകി വരണം. രാവിലെ കുറച്ച് വേവിച്ചു, ഇപ്പൊ വൈകിട്ടും കുറച്ച് വേവിച്ചു വെച്ചു. നല്ല ടൈം എടുക്കും അല്ലേ? പിന്നെ നമ്മൾ ഡയറക്റ്റ് തീയിൽ ഇടുവാണെങ്കിൽ ഏതാണ്ട് 4 മണിക്കൂറൊക്കെ വേണം ഇത് കുറുകി വരെ. ഈ അലുവ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഇളക്കി അതിന്റെ ഊപ്പാട് വരും. അതുകൊണ്ട് ആൾക്കാരൊന്നും ഇതിന് വീട്ടിൽ മെനക്കെടാറില്ല. അപ്പൊ എന്തോ കൊണ്ടിരുന്നു ശർക്കര, നമ്മുടെ മുമ്പലത്തെ ശർക്കര പാനിയല്ല, ശർക്കര അലിയിച്ചത്. ഇനി ഇളക്കുന്ന ആള് കൈമാറിയോ? ഒത്തിരി പറ്റിയില്ലയോ? മറ്റൊക്കെ ചെയ്തു, പക്ഷെ മിക്കവാറും എന്താ പറ്റി? കൈ കഴിച്ചോ? കൈ കഴിച്ച് ഇളക്കി വയ്യ. ഞങ്ങളെ നൂറിനാട്ട് അമ്മയുണ്ടല്ലോ, ഒരു പ്ലാവിലെ ചക്ക മൊത്തം ഇടിപ്പിച്ചേച്ച് അത് ഓരോ ദിവസം പഴുക്കുന്നത് എടുത്ത് ഇതുപോലെ പറ്റിച്ച്, അന്ന് കുക്കറിലൊന്നും അല്ല, വലിയ ഉരുളിക്കകത്തോട്ട് വേവിച്ച് ഇതുപോലെ ശർക്കരയും കൂടെ ഇട്ട് വേവിച്ച് അടച്ചങ്ങോട്ട് വെക്കും.
എന്നിട്ട് അത്രയും ചക്ക തീരെ നന്നാണ്. അത് വലിയ ഉരുളിക്കകത്താക്കി രാമേന്ദ്രനുണ്ട് ഇളക്കി എടുക്കുന്നു. രാമേന്ദ്രനൊക്കെ ഇപ്പൊ ആലോചിക്കുക നമ്മുടെ വീഡിയോ കണ്ടിട്ട്. രാമേന്ദ്രൻ എന്നേ പോയി. രാമേന്ദ്രൻ അമ്മച്ചിക്ക് മുന്നേ പോയി. അതെ, അമ്മച്ചിക്ക് മുമ്പേ പോയി. നമ്മൾ കുറച്ച് ശർക്കര അരിച്ചൊഴിക്കുന്നു. അരിച്ചൊഴിച്ച് കൊടുക്കുക. അലുവ ഏതു പരുവം വരെ ആയി? ചക്ക വരട്ടി. ചക്ക അലുവ. ചക്ക അലുവ അല്ലെങ്കിൽ ചക്ക വരട്ടിയത്. ചക്ക വരട്ടിയത് അങ്ങനെയാണ് നമ്മൾ പണ്ട് പറഞ്ഞു. അലുവ അലുവ എന്നുള്ളത് അലുവ കയറി വന്നപ്പോൾ അതിനകത്ത് ആളുകൾ പറയാൻ തുടങ്ങിയതാണ്. ശരിക്കും നമ്മുടെ വല്യമ്മച്ചിമാര് പറയുന്ന ചക്ക വരട്ടിയത്. അപ്പൊ എന്റെ സൂപ്പർവൈസർ ജോലി ഇന്ന് അപ്പായി ഏറ്റെടുത്തു. സാധാരണ അവളാണ് എപ്പോഴും സൂപ്പർവൈസർ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞേച്ച് ഇച്ചിരി നെയ്യ് പിന്നെ ഒഴിച്ചു. മതി മതി മതി. പിന്നറായോ അമ്മേ? വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ അല്ല, ചെറുതായി 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 ഇത്രയായി. ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ചേക്കാം. 4 ചുറ്റിനും ഒഴി. ഈ വാഴത്തോപ്പി വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെച്ചം എന്താണെന്ന് നിനക്കറിയാം? എന്താണ്? ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ടേസ്റ്റ് ചെയ്യേണ്ട പേര് കയ്യെ പൊള്ളു എന്നുള്ള പേടി വേണ്ട. ഇച്ചിരി എടുത്ത് മധുരം ഉണ്ടോ നോക്ക്. പോരാ അങ്ങോട്ട് ആയില്ല. ഇത് കണ്ടോ കണ്ടോ? അതിലറിയാം അത് കിടന്ന് ഓടുക. അതിനകത്ത് കിടന്ന് ഇവര് ഓടുന്നില്ല, ഇപ്പൊ നടക്കുക. ഇതിന് എത്ര നേരം ഇളക്കണം അമ്മേ? ഒരു 1/4 മണിക്കൂർ. ഓക്കെ, അപ്പൊ നമ്മുടെ സംഭവം ഏകദേശം സെറ്റായി വന്നു. ഓടിക്കളിക്കുന്നു. അപ്പ പറഞ്ഞ പോലെ ഓടിക്കളിക്കുന്നതിൻ്റെ അകത്തൂടെ. ഞാനിപ്പം ഏലക്ക അല്ല ചുക്കുപൊടി. അമ്മ ഏലക്കയല്ല ചുക്കുപൊടിയാണ്. ചുക്കുപൊടി ഇടുന്നു. ഏലക്ക. ക്യാമറമാനെ പുകയടിക്കുന്നു, വേഗം ചെയ്. നെയ്യും കൂടി ഒഴി. ഓക്കെ, എന്നാ ഇളക്കിക്കോ. അപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി നെയ്യിട്ട് വരാം. പിശുക്കാതടേ, അങ്ങ് ഒഴിക്കടേ. അടുത്ത കുപ്പി പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം ചക്കയിലും ഓക്കെ ആയില്ലേ? ചക്ക വരട്ടിയത്. ഞങ്ങള് ചക്ക അലുവാന്നാ പറയുന്നത്. ഇത് അലുവ ആക്കുമ്പോൾ ഇതിൽ മുറിച്ച് വരുന്ന രീതിയിൽ അങ്ങ് ആക്കു വരും. ഇതിന്റെ അകത്ത് കുറെ അരിപ്പൊടിയും വാരിയിട്ട് അത് വേറൊരു സാധനമാണ്. അതല്ല ഇത്. ചക്ക വരട്ടി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടേ ഇരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് അലുവ ആക്കണം ഈ പറയുന്നത് പോലെ. ചക്ക വരട്ടി ഇതല്ലല്ലോ. ചക്ക വരട്ടിയത് അത് ശർക്കര വരട്ടി. നമ്മളെ മലയാളം നല്ലപോലെ അപ്പ പഠിച്ചത്. എനിക്കറിയാടേ, എന്തുവാടേ ഒന്ന് പറഞ്ഞോണ്ട് അങ്ങ് ആക്കുമല്ലോ എല്ലാരും കൂടെ. എന്തുവാ ഇത്? എന്റെ പൊന്നു മോളെ, ഇത് തരത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. മരുമോള് വന്നപ്പോൾ മുതലേ മരുമോടെ ഒരു കുതിയായിരുന്നു ചക്ക വരട്ടണമെന്ന്. അപ്പോൾ നമ്മൾ ചക്ക വരട്ടി. സത്യം പറഞ്ഞാൽ മരുമോടെ കുതി എന്നുള്ളത് പേര് മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രിയം നമുക്കാ. ഇതിപ്പോ അങ്ങോട്ട് ആക്കി വെക്കും, മരുമോളെ അടുപ്പിക്കത്തോലില്ല, തന്നെ നിന്ന് തീർക്കും. എന്നിട്ട് മരുമോക്ക് ആഗ്രഹമാകൂല. അങ്ങനെ നമ്മള് മരുമോടെ പേര് പറഞ്ഞ് ഇവര് പലതും തിന്നുന്നുണ്ട്. നീ വല്ലതൊക്കെ പറയാ, അതെല്ലാം ഉണ്ടാക്കി എടുക്കും വെക്കും. ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് തീരും. ആ പാത്രം ഒഴിഞ്ഞു. അപ്പൊ നമ്മുടെ ചക്കവരട്ടി റെഡി. ഇനി വാരി തിന്നാൽ മാത്രം മതി. ഇതിൽ നിന്ന് എടുത്ത് വാത്ത് പുറത്തൊന്ന് വെച്ചോട്ടെ. എന്ത് പറയുന്നത്? വാങ്ങി വെക്കുക. വാങ്ങി വെക്കുക, വാങ്ങി വെച്ചാൽ മതി. ഇത് റെഡിയായി. അപ്പൊ നമ്മള് തണുക്കണം. ഇത് തണുത്തിട്ട് നമ്മൾ വീണ്ടും ഉപയോഗിക്കും. അത്രേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഇനി ചക്ക വരട്ടിയതായിരിക്കത്തില്ല, മറ്റെന്തെങ്കിലും വേറെ ഏതെങ്കിലും വരട്ടുന്നോ പെരട്ടുന്നോ ആയിട്ടായിരിക്കും നമ്മൾ വരാൻ പോകുന്നത്. അപ്പൊ ശരി, ബൈ 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 ബൈ.